Dear students, today we will discuss about C programming lab for complementary paper. Okay. In the explain program, find the roots of a quadratic equation. ഒരു quadratic equation എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട്സ് കാണാനുള്ള പ്രോഗ്രാമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, പ്രോഗ്രാം കൂടെ നോക്കാം. ഇവിടെ റൺ ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ C++ന്റെ ആപ്ലിക്കേഷൻ ആണ്. അത് ഈസ് ടെർബോ. ടെർബോ സിയിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട് ടെർബോ C++. ഓക്കെ, സോ നമ്മൾ വിൻഡോ ഓപ്പൺ ആയി വരുമ്പോൾ ഇതാണ് ഒരു ഇന്റർഫേസ്. ഫയലിൽ ഓപ്പൺ, അതിന്റെ കോഡ് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടൈപ്പ് ചെയ്തുള്ള കോഡ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. പ്രോഗ്രാം കോഡ് നോക്കാം. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് stdio.h അല്ലെ, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. ഹാഷ് ഇൻക്ലൂഡ് math.h, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ math.h കൊടുക്കുന്നത്. അതുപോലെ conio.h, ഈ CLR SCR, അതുപോലെ ലാസ്റ്റ് getch കൊടുക്കാറുണ്ട്. അപ്പോൾ അത് രണ്ടും വർക്ക് ചെയ്യണമെങ്കിൽ conio.h കൊടുക്കും. ലൈബ്രറി ഫങ്ഷൻസ് ആണ് ഇതുപോലെ ആഡ് ചെയ്യുക. ഓക്കെ, ഹെഡർ ഫങ്ഷൻസ് ഇത് ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ വോയിഡ് മെയിൻ ഫങ്ഷനിലാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുക. മെയിൻ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് തുടങ്ങൂ. അപ്പോൾ ഫങ്ഷൻ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് മെയിൻ മെത്തേഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഫ്ലോട്ട് ABC, 3 വാല്യൂസ് ABC കോഎഫിഷ്യന്റ് ആണ്. x² കോഎഫിഷ്യന്റ് A, എക്സിന്റെ കോഎഫിഷ്യന്റ് B, കോൺസ്റ്റന്റ് ടൈം നമ്മൾ C റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ അത് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ABC ഫ്ലോട്ടിംഗ് പോയിന്റ് കൊടുത്തത്. അതുപോലെ റൂട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റൂട്ട് 1 റൂട്ട് 2 ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് റൂട്ട് 1 റൂട്ട് 2 കൊടുത്തത്. D എന്ന് പറയുന്നത് നമുക്ക് ഡിസ്ക്രിമിനന്റ് ആണ്. ദാറ്റ് ഈസ് ആ സ്ക്വയർ കാണുമ്പോൾ അതിന്റെ ഇക്വേഷൻ കാണുന്ന പോലെ തന്നെ നമുക്ക് B² - 4AC എന്ന് പറഞ്ഞ കണ്ടന്റ്, അതിനാണ് നമ്മൾ D എന്നുള്ള ലെറ്റർ കൊണ്ട് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് ആദ്യം കണ്ടന്റ് നമുക്ക് ഡിക്ലറേഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, ദെൻ ക്ലിയർ സ്ക്രീൻ ചെയ്തതിനു ശേഷം പ്രിന്റ് എന്റർ ABC ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ വാല്യൂസ് A ഫോർ x² ടേം, B ഫോർ x ടേം ആൻഡ് C ഫോർ കോൺസ്റ്റന്റ് ടേം. അപ്പോൾ 3 ടേം നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാം. അപ്പോൾ സ്കാൻഎഫിൽ ഡാറ്റ റീഡ് ചെയ്ത് കിട്ടും. ദെൻ ഡിസ്ക്രിമിനന്റ് കാണാം. ഏതാ? D is equal to B² - 4AC. നമുക്കറിയില്ല, റൂട്ടിനുള്ളിൽ കൊടുക്കുന്ന വാല്യൂസ് ആണ് B² - 4AC. സാധാരണ -B +or - root of B² - 4AC divided by 2A. അതാണ് അത് ഇക്വേഷൻ റൂട്ട്സ് കാണാനുള്ളത്. അപ്പോൾ അതിൽ B² - 4AC നമ്മൾ ആദ്യം ഇവിടെ കണ്ടുവെക്കുക. അത് രണ്ടിലും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് B² - 4AC എന്നുള്ള കണ്ടന്റ് ഇവിടെ D എന്നുള്ള വാല്യൂവിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ വാല്യൂ, ഈ ഡിയുടെ വാല്യൂ അനുസരിച്ചായിരിക്കും ബാക്കിയുള്ള റൂട്ട്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. അതുകൊണ്ടാണ് D എന്നുള്ള വാല്യൂ ഫസ്റ്റ് കണ്ടുവെക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇഫ് D ലെസ് ദാൻ 0, ഇവിടെ D കാൽക്കുലേറ്റ് ചെയ്തു B² - 4AC. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിയുടെ വാല്യൂ ലെസ് ദാൻ 0 എന്ന് കിട്ടും വിചാരിക്കുക. അതായത് മൈനസ് വാല്യൂ ആണ്. മൈനസ് വാല്യൂ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, റൂട്ടിന്റെ അകത്ത് മൈനസ് വാല്യൂ വരും. മൈനസ് വാല്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു കോംപ്ലക്സ് നമ്പർ ആക്കി ട്രീറ്റ് ചെയ്യാം അല്ലെ. അപ്പോൾ പ്രിന്റ് ചെയ്യാം. എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? ദ റൂട്ട്സ് ആർ കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പർ ആണ് റൂട്ട് ആയിട്ട് വരിക. ദെൻ ആ റൂട്ട്സ് ഏതൊക്കെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്? റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ, എങ്ങനെ പ്രിന്റ് ചെയ്യും? പെർസെന്റേജ് 0.3f. 3 എന്നുള്ളത് വെച്ചാൽ ഫ്ലോട്ടിംഗ് പോയിന്റിൽ പോയിന്റ് കഴിഞ്ഞ് ശേഷം വരുന്ന 3 ലെറ്റേഴ്സ് അല്ലെ, 3 ഡിജിറ്റ് പേരാണ് 0.3 കൊടുത്ത്, പ്ലസ് നെക്സ്റ്റ് ഓപ്ഷൻ 0.3f. ദെൻ അതിന്റെ കൂടെ i വരും അല്ലെ. അപ്പൊ ഫസ്റ്റത്തെ വാല്യൂയോട് കൂടെ A+IB എന്ന് വരിക. അപ്പൊ A എന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വാല്യൂസ് കൊടുത്ത് ഇതുവരെ പെർസെന്റേജ് 0.3f. ദെൻ അതിനുശേഷം വരുന്ന കണ്ടന്റ് ആണ് ഇത് നെക്സ്റ്റ് വരുന്നത്, പ്ലസ് ഏത് വാല്യൂ വരുന്നത് 0.3f. അതിന് കൂടെ ഒരു ഐയും വരും. ആ ഐ ആണ് എൻ്റർ ചെയ്തുള്ളത്. കോംപ്ലക്സ് നമ്പർ ആകുമ്പോൾ ഐ വരില്ലേ, ഐ കോംപ്ലക്സ് നമ്പറെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ യൂസ് ചെയ്യുന്നത്. ദെൻ അതിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂസ് ഏതൊക്കെയാ? -B/2a. -bനെ 2 × a മൾട്ടിപ്ലൈ ചെയ്ത കണ്ടന്റ് ആയിരിക്കണം എവിടെ വരും? ഫസ്റ്റത്തെ വരും ഇവിടെ. പ്ലസ് ഐന്റെ കൂടെ B എന്നുള്ള കണ്ടന്റ് വരും √−d ഡിവൈഡഡ് ബൈ 2a. ആ ബൈ 2 എന്നുള്ളത് രണ്ടും ഉണ്ടായിരുന്നു വാദകമാണ് അല്ലെ. ഫസ്റ്റ് വരുന്ന -b, അതിനും അടിയിൽ 2a കോമൺ ആയിട്ടുള്ളത്. അതുപോലെ √B² - 4AC, അതിനും ഈ 2a കോമൺ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ 2 × a എന്നുള്ളത് രണ്ടിനും ബൈ ആക്കി കൊടുത്തുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ. അതിലാണ് രണ്ടും ഡാറ്റ റീഡ് ചെയ്ത് വരും. ഇനി സെക്കൻഡ് റൂട്ടോ, 2 റൂട്ട് ഉണ്ടാവില്ലേ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇതുപോലെ എന്ത് ചെയ്യാം, 0.3f ആൻഡ് 0.3fi -b/2a, ഇവിടെ -1. ഈ ഒരു മൈനസ് കണ്ടോ, ഇവിടെ മുകളിൽ മൈനസ് ഇല്ല, പോസിറ്റീവ് വരും അല്ലേ. നമുക്കറിയാം -b +or - എന്നാണ്. അപ്പൊ പ്ലസ് ഉള്ള കണ്ടന്റ് ആണ് ഇത് കൊടുത്ത്, മൈനസിലെ കണ്ടന്റ് രണ്ടാമത്തെ, അത് പ്രിന്റ് ചെയ്ത് കിട്ടും. ക്ലിയർ അല്ലേ?
ഓക്കെ, നമ്മൾ റൺ ചെയ്ത് നമുക്ക് കാണിക്കാം കേട്ടോ, ഓരോ കാര്യം നമുക്ക് റൺ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ ആണ്. നമുക്ക് ഈ കോംപ്ലക്സ് നമ്പറിന്റെ ഭാഗം അറിയുന്ന ഒരു കണ്ടന്റ് മാത്രം നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, റൺ ചെയ്യാം. റൺ എക്സിക്യൂഷൻ നടക്കാം. എ ബി സി. ഇപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ, കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, കോൺസ്റ്റന്റ് ടേം, ഇതാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് 1, then -3, നെക്സ്റ്റ് വരുന്നത് 10. ഓക്കെ, സോ ആണോ റൂട്ട്സ് ആർ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ, ഫസ്റ്റ് റൂട്ട് വരുന്നത് 1.5 പ്ലസ് 2.784i, എ പ്ലസ് ഐ ബി എന്ന് പറയാറുണ്ട്. അതാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ പറഞ്ഞത്, അതേ രൂപത്തിൽ. അപ്പോൾ സെക്കൻഡ് റൂട്ടാണ് 1.5 മൈനസ് 2.784i, അത് എ മൈനസ് ഐ ബി, എ പ്ലസ് ഐ ബി, എ മൈനസ് ഐ ബി, ആ രൂപത്തിൽ. ഇപ്പോൾ കോംപ്ലക്സ് നമ്പർ ആണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു കോംപ്ലക്സ് നമ്പർ ആണ് ഇപ്പോൾ നമ്മൾ പ്രിന്റ് ചെയ്ത് കണ്ടത്. ഓക്കെ, ഇതേപോലെ വേറെ ഒന്നുകൂടെ നമുക്ക് ചെയ്ത് നോക്കാം. സെയിം റൺ ചെയ്ത് നോക്കാം. എയും ബിയും സിയും വാല്യൂസ് നമുക്ക് റീഡ് ചെയ്യാം. ഓക്കെ, 1, 4, 5. സെയിം കോംപ്ലക്സ് നമ്പർ വന്നു. റൂട്ട്സ് ആർ കോംപ്ലക്സ് നമ്പേഴ്സ് കേട്ടോ. -2 പ്ലസ് 1i, -2 മൈനസ് 1i, രണ്ട് റൂട്ട്സ്. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് നെക്സ്റ്റ് കേസ് നോക്കാം. ഇപ്പൊ ഡിയുടെ വാല്യൂ ഇവിടെ ഡിസ്ക്രിമിനന്റ് കണ്ടപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് കണ്ടപ്പോൾ എന്ത് കിട്ടി? ഡിയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണ്. മൈനസ് വാല്യൂ കണ്ടപ്പോഴാണ് ഈ രൂപത്തിൽ വന്നത്, റൂട്ടിനകത്ത് മൈനസ് വാല്യൂ വരുമ്പോൾ. ഇനി ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ എന്താ നോക്കാം. എൽസ്, ഇവിടെ ഇഫ് കണ്ടീഷൻ കൊടുത്താൽ അതിന്റെ എൽസ് പാർട്ട് അത് വർക്ക് ചെയ്യുന്നു. എൽസ് ഡി ഇസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറഞ്ഞ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ എന്താണ് റൂട്ട് കിട്ടാൻ നോക്കാം. ദ ബോത്ത് റൂട്ട്സ് ആർ ഈക്വൽ. കാരണം പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞ കണ്ടന്റ് ഉണ്ടാവില്ല, രണ്ടും ഒരേ റൂട്ട് ഉണ്ടാവില്ല, രണ്ടും ഈക്വൽ ആയിരിക്കും. എ എക്സ് മൈനസ് ബി, എക്സ് മൈനസ് ബി. ഓക്കെ, ആ രൂപത്തിലാണ് വരിക, രണ്ടും ഒരേ റൂട്ട്. ദെൻ ദ റൂട്ട് ഇസ് ഈക്വൽ ടു, റൂട്ട് എന്നെ കാണാം, റൂട്ടിന്റെ വാല്യൂ കാണുന്ന കണ്ടന്റ് ആണ് പറഞ്ഞത്. റൂട്ട് ഈക്വൽ ടു √1 ഇസ് ഈക്വൽ ടു മൈനസ് ബി ഡിവൈഡ് ബൈ 2a. മുകളിൽ നമ്മൾ ഇവിടെ ഒരു കണ്ടന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് മൈനസ് ബി പറഞ്ഞ ഒരു കേസ് ഇതുണ്ടോ ഇവിടെ, -b/2a. ശേഷം വരുന്ന ഈ ഒരു കണ്ടോ സ്ക്വയർ റൂട്ട്, ഈ ഒരു ഭാഗം 0 ആയി പോയി, പിന്നെ നമുക്ക് ആ ഭാഗം നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ ഡിയുടെ പോർഷൻ, ഈ ഒരു -d ആണ്, ഈ ഡിയുടെ പോർഷൻ 0 ആയി. ഇപ്പോൾ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ 0 വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിന് ഭാഗം നോക്കേണ്ട ആവശ്യമില്ല, അത് കംപ്ലീറ്റ് 0 ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് വരുന്ന ഈ ഒരു അണ്ടറിൽ വരുന്ന റൂട്ട്സ് ഏതാ വരാം, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതാ? √1 ഇസ് ഈക്വൽ ടു -b ഡിവൈഡ് ബൈ 2a. ഇത് തന്നെ ആയിരിക്കും രണ്ടാമത്തെ റൂട്ട്. സ്ക്വയറിന് രണ്ട് റൂട്ട് ഉണ്ടാവുമല്ലോ, സ്ക്വയർ ആയതുകൊണ്ട് തന്നെ രണ്ട് റൂട്ട് ഉണ്ടായിരിക്കും, രണ്ട് റൂട്ടും ഇത് തന്നെ ആയിരിക്കും. താഴെ എഴുതിയുണ്ടോ, റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് എന്ത് വരും, പെർസെൻറ്റേജ് 0.3f √1. ഈ ഒരു മുകളിലെ കണ്ടന്റിനെ വരുള്ളൂ. നോക്കാം, നമുക്ക് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ എ ബി സി വാല്യൂസ് നമുക്ക് റെഡി ചെയ്യാം. എ ഇസ് ഈക്വൽ ടു 1 ആൻഡ് ബി ഇസ് ഈക്വൽ ടു -2, സി ഇസ് ഈക്വൽ ടു 1. എന്ന് സംഭവിക്കുക, റൂട്ട്സ് ആർ ഈക്വൽ. 1 ആണ് എൻ്റെ ആൻസർ വരുന്നത്. 1 ഫസ്റ്റത്തെ വാല്യൂ 1, സെക്കൻഡ് വാല്യൂ 1. ഓക്കെ, നമുക്ക് വേറെ ഒന്നുകൂടെ നോക്കാം. റീഡിങ് എ ബി സി വാല്യൂസ്. എ ഇസ് ഈക്വൽ ടു 9 and b is equal to 12, c is equal to 4. Both the roots are equal. Root of the quadratic equation is -0.667. ഇതേ റൂട്ടിന്റെ ഈ വാല്യൂവിനെ ആയിരിക്കും രണ്ടാമത്തെ റൂട്ട്. ഓക്കെ, -0.667. ഓക്കെ, then the third one. ഫസ്റ്റ് കേസ് പറഞ്ഞു d ലെസ് ദാൻ 0, then സെക്കൻഡ് കേസ് d is equal to 0. ഇത് രണ്ടും അല്ലെങ്കിൽ എന്തായിരിക്കും വരിക, d ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ എൽസ് പാർട്ട് അങ്ങനെ കൊടുത്താൽ കറക്റ്റ് ആ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് രണ്ടും അല്ലെങ്കിൽ ഈക്വൽ ടു 0, ലെസ് ദാൻ 0, അതല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണ്, അത് മാത്രമേ വരാനുള്ളൂ. സോ എൽസ് പാർട്ടിൽ എന്ത് വർക്ക് ചെയ്യും, ദ റൂട്ട്സ് ആർ റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് റൂട്ടാണ് വരിക. ഓക്കെ, രണ്ടും വ്യത്യസ്തമായ റൂട്ടായിരിക്കും, അത് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ √1 ഇസ് ഈക്വൽ ടു, ഇതാണ് ശരിക്കും നമുക്ക് പറഞ്ഞുള്ള ഇക്വേഷൻ അറൗണ്ട് ചെയ്യുക. ഏതാ ഇക്വേഷൻ വരുന്നത്, -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന കണ്ടന്റ്. ഓക്കെ, ഇവിടെ ബി സ്ക്വയർ മൈനസ് 4ac കാണിക്കുന്നില്ല, കാരണം എന്താ, അത് ഡിയിലെ വാല്യൂ ആണ് അല്ലെ. ഡി ഇസ് ഈക്വൽ ടു നമ്മൾ മുകളിൽ കണ്ടന്റ്, ഈ ഡി ആണ് കണ്ടന്റ്. അപ്പോൾ ഡി ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac മുകളിൽ കണ്ടുവച്ചിട്ടുണ്ട്. സോ അതാണ് ഇവിടെ സ്ക്വയർ റൂട്ട് പറയാൻ കാരണം, സ്ക്വയർ റൂട്ട് ഓഫ് ഡി എന്ന് പറയാൻ കാരണം. ഓക്കെ, ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ ഹോൾ ഡിവൈഡഡ് ബൈ 2a. ഇതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എന്തായിരിക്കും വരിക, -b
മൈനസ് എന്ന് കണ്ടിട്ട്, കാരണം പ്ലസ് ഓർ മൈനസ് ആണ്. മുകളിൽ പ്ലസ് പറഞ്ഞു, താഴെ നമ്മൾ മൈനസും പറഞ്ഞു. ഇതാണ് √1 √2 ആണ്. ജസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ √1 എന്നുള്ള കണ്ടന്റ് ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ പെർസെന്റേജ് 0.3f 3 സ്ഥാനം കറക്റ്റ് ചെയ്യാൻ, ദെൻ പെർസെന്റേജ് എഫ് √1 ഫസ്റ്റ് റൂട്ട്, ദെൻ √2 സെക്കൻഡ് റൂട്ട്. നോക്കാം, റൺ ചെയ്ത് നോക്കാം. എ ബി സി വാല്യൂ റീഡ് ചെയ്യാം. എക്സ് സ്ക്വയറിന്റെ ടേം എന്ന് പറയുന്നത് 1, ദെൻ എക്സിന്റെ ടേം എന്ന് പറയുന്നത് -2, then constant term -4. Okay, the roots are real numbers. Real numbers root ആണ്, രണ്ടും വ്യത്യസ്തമായ numbers ആണ്. That is first number 3.236, then second value -1.236. ഈ രണ്ട് വാല്യൂസും കിട്ടും. നമുക്കൊരു വേറെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. എ ബി സി വാല്യൂ റീഡ് ചെയ്യാം. എക്സ് സ്ക്വയറിന്റെ ടേം 1, എക്സിന്റെ ടേം 6 ആൻഡ് കോൺസ്റ്റന്റ് ടേം 5. The roots are real numbers. The roots of the quadratic equation are -1, -5. Okay, so next program അടുത്ത ക്ലാസ് കാണാം. Thank you.